ഹലോ ഗേസ്. നമ്മുടെ ഷിൻചാൻ ചെറുക്കനാണെങ്കിൽ ട്യൂഷന് പോയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് മടുത്തു ഗേസ്. നമുക്ക് എന്തായാലും അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഗേസ്. ഓക്കെ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? നമുക്കിവിടെ വല്ലതും ടി വി ഒക്കെ കണ്ടിരിക്കാം. എന്താടാ ഷിൻചാൻ്റെ ഒച്ചയില്ലേ ഇത്? എടാ ഷിൻചാനെ, നീ ട്യൂഷന് പോയിട്ട് വന്നോ? ഫ്രാങ്ക്ലിൻ ബൈ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. എന്താടാ ഷിൻചാനെ, നിനക്കൊരു കാര്യം പറയാനുണ്ടെന്നാ? പറയടാ ഷിൻചാനെ, ഞാൻ കേൾക്കട്ടെ. ഫ്രാങ്ക്ലിൻ ബൈ, അത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലക്ഷറി കാർ വാങ്ങിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. എന്താടാ ഷിൻചാനെ, ലക്ഷറി കാറാ? എന്തിനാടാ ഷിൻചാനെ നമുക്കിപ്പോൾ ഒരു ലക്ഷറി കാർ? നമുക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ബൈ, ശരിയാണ്, നമുക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ട്. പക്ഷേ നമുക്കൊരു ലക്ഷറി കാർ വാങ്ങിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. എടാ ഷിൻചാനെ, നിനക്ക് എന്താടാ പെട്ടെന്നൊരു ലക്ഷറി കാറൊക്കെ വാങ്ങിക്കാൻ തോന്നാൻ കാരണം? ഫ്രാങ്ക്ലിൻ ബൈ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ട്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ അവരുടെ അച്ഛന്മാർ ലംബോർഗിനി പോലത്തെ ഉള്ള ലക്ഷറി കാറുകളിൽ വിളിക്കാമെന്ന്. അതുകൊണ്ട് നമുക്കൊരു ലക്ഷറി കാർ വാങ്ങിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ലംബോർഗിനി പോലത്തെ ഉള്ള ലക്ഷറി കാർസ് ഉണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. നിൻ്റെ കൂട്ടുകാർക്ക് ലക്ഷറി കാർസ് ഉണ്ടല്ലേ, അതുകൊണ്ടാണ് നിനക്കും ഒരു ലക്ഷറി കാർ വേണം എന്ന് പറയുന്നത് അല്ലേ? ഞാനും വിചാരിച്ചു ഇവനെന്താ പെട്ടെന്നൊരു ലക്ഷറി കാറൊക്കെ വേണമെന്ന് വിചാരിക്കുന്നതെന്ന്. കാരണം അവൻ്റെ കൂട്ടുകാർക്ക് ലക്ഷറി കാർസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവനും ഒരു ലക്ഷറി കാർ വേണം എന്ന് പറയുന്നത്. ഫ്രാങ്ക്ലിൻ ബൈ, പ്ലീസ് ഫ്രാങ്ക്ലിൻ ബൈ, ഒരു ലക്ഷറി കാർ വാങ്ങിച്ചു താ ഫ്രാങ്ക്ലിൻ ബൈ. എടാ ഷിൻചാനെ, നീ എന്തോടാ ഈ പറയുന്നത്? ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു തരാൻ പറയുന്ന പോലെയാണ് അവനൊരു ലക്ഷറി കാർ വാങ്ങിച്ചു തരാൻ പറയുന്നത്. ഗയ്സ്, ഞാനും കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഒരു ലക്ഷറി കാർ വാങ്ങിക്കണമെന്ന്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ ലക്ഷറി കാർ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. നമുക്കൊരു പണിയാം, നാളെ തന്നെ പോയിട്ട് നമുക്ക് ഒരു ലക്ഷറി കാർ അങ്ങ് വാങ്ങിക്കാം. ആടാ ഷിൻചാനെ, നമുക്ക് നാളെ രാവിലെ തന്നെ പോയിട്ട് ഒരു ലക്ഷറി കാർ അങ്ങ് വാങ്ങിക്കാം. പിന്നെ ഗയ്സ്, ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വീഡിയോസ് കാണുന്ന 88% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗയ്സ്. ഓക്കെ, പിന്നെ ലൈക്കും കൂടെ ചെയ്തേക്ക്. പിന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഗയ്സ്. ഓക്കെ, ഗയ്സ്, രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്നാണ് നമ്മുടെ ലക്ഷറി കാർ വാങ്ങിക്കാൻ പോകുന്നത് ഗയ്സ്. ഓക്കെ, ഗയ്സ്, നമുക്ക് എന്തായാലും വേഗം തന്നെ നമ്മുടെ കാർ ഷോറൂമിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പോവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷറി കാറൊക്കെ വാങ്ങിക്കാൻ പോകുന്നതല്ലേ. നമുക്ക് നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഷോറൂമിലോട്ട് പോവാം ഗയ്സ്. ഗയ്സ്, നമ്മളൊരു അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി വേഗം തന്നെ നമ്മുടെ ഷോറൂമിലോട്ട് പോകാം. എടാ ഷിൻചാനെ, വേഗം പാടാ. അതിനുശേഷം നമുക്കൊരു നല്ലൊരു ലക്ഷറി കാർ അങ്ങ് വാങ്ങിക്കാം ഗയ്സ്. ഓക്കെ, ഗയ്സ്, അങ്ങനെ നമ്മുടെ ഷോറൂമിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഷോറൂമിൽ നിന്നാണ് നമ്മൾ നമ്മുടെ വണ്ടി വാങ്ങിക്കാൻ പോകുന്നത് ഗയ്സ്. ഓക്കെ, നമ്മുടെ കാർ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, വേഗം ഇറങ്ങടാ. നമുക്ക് വേഗം പോയിട്ട് കാർ വാങ്ങിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. ആടാ ഷിൻചാനെ, വാടാ, നമുക്കൊരു ലക്ഷറി കാർ അങ്ങ് വാങ്ങിക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ ഉള്ളിലോട്ട് കയറാം ഗയ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോറൂം. ഗയ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഷോറൂമിൻ്റെ അകത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കുറേ അധികം ലക്ഷറി കാറുകൾ കിടപ്പുണ്ട് ഗയ്സ്. ഓക്കെ, സാർ, നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങളിവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ നോക്കിക്കോളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യൂ. ഓക്കെ? ഓക്കെ ചേട്ടാ, ഓക്കെ. ഗയ്സ്, നമുക്ക് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി അങ്ങ് വാങ്ങിക്കാം ഗയ്സ്. ഓക്കെ, ഗയ്സ്, നമ്മളങ്ങനെ കുറേ വണ്ടികൾ നോക്കി. നമുക്ക് ഇതും കൂടെ നോക്കാം. ഇവിടെ ഒരു റോൾസ് റോയ്സ് കിടപ്പുണ്ട്. ചേട്ടാ, ഇതിൻ്റെ വില എത്രയാ? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഈ ഒരു റോൾസ് റോയ്സിൻ്റെ വില വരുന്നത് 8 കോടിയാണ്. ഓക്കെ ചേട്ടാ. ഗയ്സ്, ഈ ഒരു റോൾസ് റോയ്സിൻ്റെ വില വരുന്നത് 8 കോടിയാണ് ഗയ്സ്. ഓക്കെ, എന്തായാലും കൊള്ളാം.
ദേ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടല്ലോ. സോ ഗീസ് നമുക്ക് ഇതും കൂടെ നോക്കാം. ഇതേത് വണ്ടിയാ? ഇത് ബുഗാട്ടിയാണ് ഗീസ്. ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം. ചേട്ടാ, ഈ ബുഗാട്ടിയുടെ വില എത്രയാ? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, ഈ ഒരു ബുഗാട്ടിയുടെ വില വരുന്നത് 19 കോടിയാണ്. അതുകൂടാതെ ഈ ഷോറൂമിലെ ഏറ്റവും വില കൂടിയ കാർ ഇതാണ്. സോ ഗീസ് ഈ ഒരു ബുഗാട്ടിയുടെ വില 19 കോടിയാണ് ഗീസ്. ഓക്കെ, അതുകൂടാതെ ഈ ഷോറൂമിലെ ഏറ്റവും വില കൂടിയ കാറും ഇതാണ്. ഫ്രാങ്ക്ലിൻ ബൈ, എന്നാ പിന്നെ ഇത് തന്നെ നമുക്ക് വാങ്ങിക്കാം. ഫ്രാങ്ക്ലിൻ ബൈ, ഈ ഷോറൂമിലെ ഏറ്റവും വില കൂടിയ കാർ ഇതല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇത് തന്നെ വാങ്ങിക്കാം ഫ്രാങ്ക്ലിൻ ബൈ. എന്താടാ ഷിൻചാനെ? ഓക്കെ ഓക്കെ. സോ നമ്മുടെ ഷിൻചാൻ ചെറുക്കനും ഈ ഒരു ബുഗാട്ടി ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ റേറ്റ് നമ്മൾ കേട്ടില്ലേ, 19 കോടിയാണ്. എന്നാൽ പിന്നെ ചേട്ടാ, ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്തോട്ടെ? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങളിത് ടെസ്റ്റ് ചെയ്തോളൂ. സോ ഗീസ് നമുക്ക് എന്തായാലും ഇതൊന്ന് ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിത് വാങ്ങിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാം. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് തന്നെ വാങ്ങിക്കണം എന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വില കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇത് വേണോ വേണ്ടയോ എന്ന് വിചാരിക്കുന്നത്. കാരണം 19 കോടിയാണ് ഗീസ് ഇതിൻ്റെ വില. സോ നമുക്കെന്തായാലും ഓടിച്ച് നോക്കാം. ഓക്കെ, നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. A few moments later. സോ ഗീസ് നമ്മൾ ഈ വണ്ടി അങ്ങനെ ഓടിച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വണ്ടി എന്തായാലും നന്നായിട്ട് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സോ നമ്മളെന്തായാലും ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്തു ഗീസ്. ഓക്കെ, സോ നമുക്കെന്തായാലും ഈ വണ്ടി തന്നെ വാങ്ങിക്കാം. സോ നമുക്കെന്തായാലും ഈ വണ്ടി കിടന്നടുത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് പാർക്ക് ചെയ്യാം. സോ നമുക്കെന്തായാലും ഈ വണ്ടി തന്നെയാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. സോ ഗീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഗീസ് എന്തായാലും നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്തു. ചേട്ടാ, ഞാൻ എന്തായാലും ഈ വണ്ടി തന്നെ സെലക്ട് ചെയ്തു. ഇത് ബുക്ക് ചെയ്ത്. ഓക്കെ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, നിങ്ങൾ ഈ വണ്ടി ബുക്ക് ചെയ്തല്ലോ. അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ വന്നതിന് ശേഷം ഈ വണ്ടി നിങ്ങൾക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ ചേട്ടാ. സോ ഗീസ് എന്തായാലും നമുക്ക് നാളെ രാവിലെ വന്നിട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകാം ഗീസ്. ഓക്കെ. The next day. സോ ഗീസ് നമ്മൾ ഇന്നലെ നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തായിരുന്നു. ഇന്നാണ് നമ്മൾ നമ്മുടെ വണ്ടി വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഗീസ്. ഓക്കെ. സോ ഗീസ് ഇതാണ് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത നമ്മുടെ വണ്ടി. സോ നമുക്കിപ്പം തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗീസ്. ഓക്കെ. എടാ ഷിൻചാനെ, വേഗം വന്ന് കയറടാ. നമുക്കെന്തായാലും ഇപ്പം തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിലോട്ട് പോവാം. എടാ ഷിൻചാനെ, എങ്ങനെയുണ്ടാ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫ്രാങ്ക്ലിൻ ബൈ, വണ്ടിയൊക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. A few moments later. സോ ഗീസ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നമ്മുടെ കാർ എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറ്റാം. സോ നമുക്ക് എന്തായാലും നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, ഇറങ്ങടാ. ഫ്രാങ്ക്ലിൻ ബൈ, ഇന്ന് വൈകുന്നേരം എൻ്റെ ട്യൂഷൻ കഴിയുമ്പോൾ ഈ ബുഗാട്ടി കാറിൽ ഫ്രാങ്ക്ലിൻ ബൈ എന്നെ വന്ന് വിളിക്കണം. ഓക്കേടാ ഷിൻചാനെ, ഇന്ന് വൈകുന്നേരം ട്യൂഷൻ കഴിയുമ്പോൾ ഈ ബുഗാട്ടി കാറിൽ ഞാൻ നിന്നെ വിളിക്കാൻ വരാം. പിന്നെ ഗീസ്, ഇന്ന് മുതൽ ഈ ഫ്രാങ്ക്ലിൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് ബുഗാട്ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും